പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, എൻ്റെ മുമ്പ് അങ്ങേര് മരിച്ചുകൊണ്ടാണെങ്കിൽ എന്തായാലും പറയാം, വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തെന്നറിയാമോ, എൻ്റെ അടുത്ത് ഇങ്ങേർക്ക് ഈ ഭാഗത്തിനെ കണ്ടുകൂടാ. കാരണം ഇപ്പം എനിക്ക് മനസ്സിലായി, പലരും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭയങ്കര ഭാരമാണെന്ന്. പിന്നീട് ഇങ്ങേര് പറഞ്ഞു, ഞാൻ എന്ത് നല്ല ഇതിൽ പോയെന്നറിയാം, ഈ വർണ്ണ വർക്കുകളെല്ലാം ആരോ തട്ടിത്തെറിപ്പിക്കണമെന്ന്. അത് കൊള്ളതില്ല, ആരോ തട്ടിത്തെറിപ്പിക്കും. എന്നിട്ട് എൻ്റെ അടുത്ത് സങ്കടപ്പെടും. ആളില്ല, മരിച്ചു പോയേട്ടാ. ആ വീട്ടിലുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങേരാണെങ്കിൽ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും. അപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല വർക്കുകളെല്ലാം വരുമ്പോൾ നിന്നെ വിളിക്കാം, നീ പ്രാർത്ഥിയിൽ വല്ല വർക്കുകളും എല്ലാം വരുമ്പോൾ വിളിക്കാം എന്ന് പറയും. ഈ വർക്കുകൾ വരുമ്പം ഇങ്ങേര് പിന്നെ എന്നെ വിളിക്കില്ല. പിന്നെ കുറേ അവളുകൾ ചാടി കയറുമ്പം പിന്നെ നമ്മളെ വിളിക്കില്ല. പിന്നെ ഇപ്പം ഇങ്ങേര് പറയുമ്പോഴെല്ലാം ഞാൻ പറയും, അതേമേ അങ്ങേർക്ക് വർക്ക് കിട്ടുമ്പോൾ നമ്മളെ വിളിക്കുമല്ലോ എന്നും പറഞ്ഞ് ഞാൻ പിന്നീടാകുമ്പം വർക്ക് വരുമ്പോൾ വിളിക്കണ അത്രയും എവളുകൾ അങ്ങ് ചാടിക്കയറും. അതിൽ കടിയെ പോലെ തോർത്തിയുണ്ട് ഊടുകൾ ഒത്തിരിത് എനിക്ക് പറഞ്ഞുകൂടാ. നമ്മളൊക്കെ ചെന്നാൽ ഇങ്ങനെ നോക്കുത്തിയോലും ഇരിക്കും. ഭയങ്കര ചൊണ്ണയും കഴിവും തന്നെ കേട്ടാ. ഓരോ വീട്ടിലും ചെന്നിട്ട് ആണുങ്ങളെയാണ് വശത്താക്കണത്. ആണുങ്ങളെ വശത്താക്കിയാൽ പിന്നെ അറിയാമല്ല, അവന്മാരല്ലേ അവിടുത്തെ ഇങ്ങനെയാണ് ആണുങ്ങളെ പിടിക്കുന്നത്. ആണുങ്ങളെ പിടിച്ച് വശത്താക്കിയിട്ട് ഇത് എന്നെ ജോലി. പിന്നീട് എന്നിട്ട് കുറ്റം പറച്ചില്ല. ഞാൻ എന്ത് സഹിക്കും, എവളാണ് ഇങ്ങനെയൊക്കെ ആക്കണത്. എന്നിട്ട് കുറ്റം പറച്ചില്ല. എവളുള്ള എനിക്ക് എൻ്റെ അടുത്ത് ഒരു ദൈവമേ, എവളുള്ള ഇങ്ങനെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നുണ്ട്. ആണും പെണ്ണും കച്ച കെട്ടിണ്ട്. എവളുകളെ ആരെങ്കിലും ഒരുക്കണം ഈശ്വരൻ തന്നെ. ഇതെന്തൊരു ഇത്, ഒരു സ്കൂളിലായാൽ പോലും ഇങ്ങനെയാണ്. അത് ഇതിലൊക്കെ വിത്തുകളല്ലേ, സ്കൂളിൽ പോലും ഇതാണ് പിടിച്ചടക്കൽ. എന്തൊരു മറ്റുള്ളവരുടെ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണം, അത് എല്ലാ പിള്ളേർക്കും ഉപയോഗിക്കാനാണ്. അല്ലാതെ ഈ വക്കക്കാർ കൈകാര്യം ചെയ്യാനല്ല. അവിടെ ചെന്ന് പിള്ളേരെ വേറ്റത്തെടുപ്പോൾ ഇടിച്ച് കയറുമ്പോൾ പിള്ളേർ മാറിക്കൊടുക്കും. അതൊരു ഏളത്തരായിപ്പ്. അങ്ങനെയാണ് ഈ ഇത് ബാക്കി. അപ്പം അത് ഇവർ മുതലെടുക്കുന്നത്. അത് തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറഞ്ഞൂടാ, വല്ലാത്ത വർക്കം. നമ്മളെ സ്വയം ചെയ്ത് തന്നെ ഇത്രയും ദ്രോഹിക്കണം ഈ വർക്കം. എനിക്കറിഞ്ഞൂടാ, അത് വിട്ടുകൊടുക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഭയങ്കര പണിയൊക്കെ വേണ്ട. ഇത് കല്ലുമാല അല്ല എവളുള്ളതും ഇത് കണ്ട ഇതിനെ പറഞ്ഞ ഇപ്പോഴൊക്കെ ആരാ ഇങ്ങനെ ഇടുന്നത്? ഇതൊക്കെ പണ്ട് ഇതിന് കല്ലുമാല വലിച്ചെറിഞ്ഞത്, കല്ലുമാലയെല്ലാം വലിച്ചെറിഞ്ഞതാ. അപ്പം നിങ്ങൾ വീണ്ടും ആ കല്ലുമാലകളും ഉള്ള സംസാരങ്ങൾ അങ്ങനെ ആക്കണാര്? ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതുപോലത്തെ കുറഞ്ഞ ഇതൊക്കെ ഇടുന്നു. എവിടെയുള്ളവന്മാരെല്ലാം അടക്കി ഭരിക്കണം. അപ്പം നമുക്ക് കല്ലുമാലയും അതേ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. നീളിപ്പം ഇത് തന്നെ ഓരോരുത്തർ പറഞ്ഞു നീളിപ്പം. എന്നിട്ട് നമ്മളൊക്കെ കാണുമ്പോൾ കുതിച്ചാണ് ചാടണത്. ഇത് അസൂയൻ്റെ പറഞ്ഞ. പക്ഷേ ദുഷ്ടജാതികളെ നീയൊക്കെ തുടിച്ച് വാരി മറ്റുള്ളവരെന്തിനെന്നേ ദ്രോഹിക്കണത്. ആ ഒരു ഇതേ ഉള്ളൂ എനിക്ക്. ഞങ്ങൾക്കും ഉണ്ട്, ഞാൻ പറഞ്ഞ പച്ച പള്ളേ പറയുള്ളൂ. നമുക്കും ഉണ്ട് സാധനം. എവളുകളോ അതും വെച്ചുകൊണ്ടാണ് ആണുങ്ങളെ വശത്താക്കിയിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. എവളുള്ള പോലെ തന്നെ ഞങ്ങൾക്ക് മക്കളുണ്ട്. ഞങ്ങളെ മക്കൾക്കും ഇവളുകൾ കിടന്ന ഡ്രസ്സ് എന്നിട്ട് കുറ്റം പറയിച്ച് ഭയങ്കര കുറ്റം പറച്ചിൽ. എവളുകളും വില കൂടി അതൊക്കെ അറിയാം. വാച്ചിട്ടിട്ട് അല്ലാത്തവരെ കാണുമ്പോൾ ഇതേ ഉള്ളുവാ ഇത് അത് തന്നെ നിങ്ങളൊക്കെ തന്നെ പറയിപ്പിക്കണത്. ഇതേ ഉള്ളുവാ, വേറെ തുണികളൊന്നും ഇല്ലേ? ഞങ്ങൾക്കുള്ളതിൽ ഇടാൻ പറ്റുള്ളൂ. ഞങ്ങൾ അതുപോലെ നടന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഇടാം. ഞങ്ങൾക്ക് ഇങ്ങനെ നടന്നാൽ മതി. എങ്കിലേ ഈശ്വരൻ എന്ന് പറഞ്ഞ ശക്തി കാണുള്ളൂ. മനസ്സിലായില്ലേ? അതങ്ങനെ തന്നെ വരും. അനുഭവത്തിൽ നിന്ന് പഠിക്കും. എന്നിട്ട് അതാ ഈശ്വരൻ വല്ല കൊടുത്തു വയ്ക്കിടുമ്പോൾ അത് കൂടാച്ചരം ചെയ്തത് കൂടുള്ള സംസാരങ്ങൾ. അവർക്ക് ഇത്രയും ദുഷ്ടവർക്കങ്ങളാണ് എനിക്കറിഞ്ഞൂടാ. അത് എന്തെങ്കിലും അതെന്തായാലും ഈ ഗവൺമെൻറ് തന്നെ ഗവൺമെൻറ് നോക്കിക്കൊണ്ട് കൊടുക്കാതെ എല്ലാ വാരി തള്ളി കൊടുത്തെടുത്തിപ്പോൾ സ്വയം ജാതിക്ക് പോലും ജീവിക്കാൻ പറ്റാതെ.